Singer Junior. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൺ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാലെടുത്താൽ അംഗഗതി, വെള്ളെടുത്താൽ ചിങ്കപ്പതി, കൽപ്പനത്തിന് കാവലല്ലോ ജോലി. യദുവിന്റെ മുമ്പിൽ ഞാൻ ആര്? യദു ആസ് യൂഷ്വൽ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് ഇവിടെ വരെ വിട്ടു, ഇവിടുന്ന് അവിടെ വരെ വിട്ടു. യദുവും നയനയും ഗംഭീരാക്കി. ചേച്ചിയും അനിയനും കൂടി കാണിക്കുന്ന പോലെ തോന്നി. നല്ല പാട്ടുകാരാണ്. യു ആർ ആൻ എക്സലന്റ് സിംഗർ ആയിട്ട്, യു ആർ വണ്ടർഫുൾ സിംഗർ. कोई कहे कहता रहे कितना भी हमको दीवाना, हम लोगों की होकर में है ये समाना. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചു പറയൂ. പാട്ടുപാടി തീർന്നു, അത്രേ ഉള്ളൂ. ഡാൻസിന്റെ ആവേശത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലായി, ആദർശിനെ ഡാൻസ് ചെയ്യാൻ, മതിമറന്ന് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ള മനസ്സിലായി. ഇവിടെ ചെയ്തത് വളരെ മനോഹരമായിരുന്നു. ഇനി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ 10 ഇരട്ടി വർത്തായിട്ട് ചെയ്യും. എന്റെ സുജി ചേച്ചി ഇവിടുന്ന് പഠിച്ചെടുക്കുന്ന മാജിക്കുകളൊക്കെ വീട്ടിലൊന്ന് മോഹനേട്ടനോട് പറഞ്ഞു തരാറുണ്ടോ? ഏത് ചീട്ടാണ് മോഹനേട്ടൻ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി മോളുടെ കയ്യിൽ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. Star Singer Junior. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് സ്വാഗതം ചെയ്യാം ആ permanent panel of judges, സുജാത ആന്റി, വേണു അങ്കിൾ, and finally ഗോപി അങ്കിൾ. മൺ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ വിന്നറിന് ലഭിക്കാൻ പോകുന്നത് ഫെയർലൈൻസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നൽകുന്ന 50 lakh worth flat. ആദ്യമായി ഈ വേദിയിലേക്ക് പാടാൻ വരുന്നു നാഴികക്കല്ലുകൾ റൗണ്ടിൽ പാടാനായി വൈശാഖി. ഞാൻ 4th സ്റ്റേജിൽ നാഴികക്കല്ലുകൾ റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് മൗനമേ നിറയും മൗനമേ. ഹായ് വൈശാഖി. ഹായ്. ബ്ലാക്ക് പട്ടുപാവാട, അതിനനുസരിച്ച് നല്ല കരിവളമൊക്കെ ഇട്ട് ചന്ദനമൊക്കെ തൊട്ട് വെരി ബ്യൂട്ടിഫുൾ. എനിവേസ് പാട്ടൊക്കെ പഠിച്ചോ? ഓൾറെഡി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൗനമേ നിറയും മൗനമേ.
വൈശാഖി ആസ് യൂഷ്വൽ നല്ല രസമുണ്ടായിരുന്നു വൈശാഖിയുടെ പാട്ട് കേൾക്കാൻ. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ജഡ്ജസ് പറഞ്ഞുതരും. സുജാതാൻറ്റി നല്ലതായിരുന്നു വൈശാഖി, ബട്ട് നോട്ട് യുവർ ബെസ്റ്റ്. വൈശാഖി ഞാൻ ഇത് അടിച്ചു കസറെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വിചാരിച്ച വൈശാഖി ആയിട്ടില്ല. മോൾക്ക് തൊണ്ടയ്ക്ക് ഇന്ന് സ്ട്രെയിൻ ഉണ്ട്, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലും. ഉണ്ടോ? കാരണം ആ തൊണ്ടയടപ്പ് കൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങളായിരുന്നു, അല്ലാതെ മോള് സിംഗിങ് കാലിബറിലല്ല പ്രശ്നം. ഫസ്റ്റ് മോൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന്, ഞങ്ങൾ ചിരിച്ചു കാണുന്ന ഒരു കോൺഫിഡന്റ് വൈശാഖി ആയിരുന്നില്ല എന്ന്. പക്ഷെ അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ വൈശാഖിന്ന് ഇതിലും എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പറയണേ. അങ്ങനെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങളൊക്കെ ആദ്യമേ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞു, അവിടുന്ന് താഴെ ഞങ്ങൾ ഒട്ടും സമ്മതിക്കില്ല. അത് മേലെത്തിയില്ല, കുറച്ചൊരു പൊടി ഫ്ലാറ്റാ, അത് വോയിസ് ട്രെയിൻ കൊണ്ട് മാത്രമാണ്. പിന്നെ മൗനമേ ഒരു സംഗതിയും കൂടെ അല്ലോ, ഒരു സംഗതിയില്ല, അത് മോള് വിട്ടു. അതൊരു നല്ല സംഗതിയാ. അത് അവിടെ മറ്റേ ആദ്യത്തെ പല്ലവില് പാടിയ സംഗതി തന്നെയാണ് മോള് പാടിയേ. ആ ഒരു സംഗതി പാടായിരുന്നു, അത് നല്ലോണം പാടിയത്. ഇറ്റ് വാസ് ഗുഡ്, ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു സുജാതാൻറ്റി. മോളെ, ഈ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നതേ ഉദ്യാനപാലകൻ എന്ന് കേട്ടിട്ടുണ്ടോ? 2 ജോലികളാണ്. ഒന്ന് പൂക്കൾ വാടാതെ പൂക്കൾക്ക് വേണ്ട വളം കൊടുത്ത് ഓരോ പൂവിനെയും ശ്രദ്ധയോടെ വളർത്തുക എന്നുള്ള ഒന്ന്. രണ്ടാമതൊരു കാവൽക്കാരന്റെ ജോലിയും കൂടെ ഉണ്ട്. അതായത് വെളിയിൽ നിന്ന് എന്തെങ്കിലും അതിക്രമിച്ച് കയറി ഈ പൂക്കൾ നശിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യാനപാലകന്റെ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഓരോ പൂവിനോടും ഭയങ്കരമായ സ്നേഹവും മമതയാണ്. ഇതൊന്നും വാടിപ്പോണ്ട് നോക്കണം. പക്ഷെ അതേസമയം പൂക്കളെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണ്ടേ എന്തൊക്കെയാണ് പൂക്കൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ള. ഈ പൂക്കൾക്ക് ഭാഷ മനസ്സിലാവുന്നതുകൊണ്ട് ഞങ്ങളത് പറയും, അത്രേ ഉള്ളൂ. നല്ല പാട്ടുകാരാണ്. യു ആർ എൻ എക്സലന്റ് സിംഗർ ആയിട്ട്, യു ആർ വണ്ടർഫുൾ സിംഗർ. അപ്പോ അതിനെക്കുറിച്ച് മോൾ അവെയർ ആവുക. കോൺഫിഡൻസ് വേണം, നമ്മുടെ കഴിവില് കോൺഫിഡൻസ് വേണം. പിന്നെ ഒന്ന്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാം എന്നുള്ള ഒരു അറിവും കൂടെ വേണം. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ശരിയാവുള്ളൂ. പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വരിക. ചില സംഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ എത്ര ട്രൈ ചിലപ്പോൾ നമുക്ക് പാളിപ്പോകും. പക്ഷെ അങ്ങനെ കഴിയുന്നതും അങ്ങനെ തെറ്റ് വരാണ്ട് നോക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ മോളോട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വേണു അങ്കിൾ. ആൻഡ് ഫൈനലി ഗോപി അങ്കിൾ. വൈശാഖി ഒന്ന് ചിരിച്ചു നിൽക്ക്. നമ്മളെപ്പോഴും ചിരിച്ചു നിൽക്കുമ്പോഴാണ് ഭംഗി കാണാൻ. പാട്ട് അതിമനോഹരായിരുന്നു. ചിരിച്ചു നിൽക്കുമ്പോൾ